പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പൊ ഈ കൃപ യോഗ്യതയാലല്ല, കഴിവിനാലല്ല, കർത്താവിൻ്റെ കൃപയിനാലാണെങ്കിൽ ഈ കൃപ ആർജിക്കാൻ വേണ്ടി നമ്മുടെ മുമ്പിലുള്ള പല പദ്ധതികളിലെ ഒരു പദ്ധതിയാണ് ഈ പ്രാർത്ഥന എന്ന് പറയുന്നത്. അപ്പം ചെറിയ മിനിമം കാര്യങ്ങൾക്കെല്ലാം പ്രാർത്ഥന ഓക്കെയാണ്. പക്ഷെ ഒരു മൾട്ടിപ്പർപ്പസ് വിഷയം വന്നാൽ എന്ത് ചെയ്യും? മൾട്ടിപ്പർപ്പസ് വിഷയം, കൂടുതൽ എനർജിയുള്ളൊരാവശ്യം. കൃപ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ എനർജിയാണ്, ദൈവത്തിൻ്റെ പവറാണ്, ശക്തിയാണ്. അപ്പോൾ 2 Corinthians 12:9 കൃപ ദൈവത്തിൻ്റെ ശക്തിയാണെന്ന്. അപ്പം കൂടിയ ശക്തി വേണ്ട ഒരു കാര്യം വന്ന് നമ്മൾ എന്തു ചെയ്യും? അപ്പം ദൈവത്തെ അറിയാൻ പാടില്ലാത്ത ആൾക്കാരെ കൂടെ ദൈവത്തിൻ്റെ കാണാൻ ലഭിക്കാൻ വേണ്ടി ചിലപ്പോൾ പള്ളിയിലൊക്കെ പോയി ചിലർ പെരുന്നാളിലൊക്കെ ഉരുളണ കണ്ടിട്ടില്ലേ? ചിലർ ഉമ്പ് കളിക്കും, ചിലർ മുട്ടയിൽ നിരങ്ങും, അങ്ങനെ പല അഭ്യാസങ്ങൾ കാണിക്കും. ആൾക്കാർ ഇതൊക്കെ ചെയ്യണത് പ്രാർത്ഥന കൊണ്ട് പറ്റാത്തൊരു പ്രശ്നം വന്നാൽ അവരെന്തെങ്കിലുമൊക്കെ ഗോഷ്ഠികൾ ദൈവത്തിരുസന്നിധി കാണിക്കും. എന്നാലും കുറച്ച് കാര്യങ്ങളൊക്കെ ഓക്കെ ആകും, കാരണം ദൈവത്തിൻ്റെ കാരണം. പക്ഷേ ഈ വ്യക്തിയും ദൈവവുമായിട്ട് ബന്ധമില്ലാത്ത കാരണം ഇവൻ ഉരുണ്ടച്ചും പിന്നീട് മണ്ണ് മാന്തി സ്മോൾ അടിച്ചുകൊണ്ട് എന്നെ കാണാം. ഈ ഉരുണ ആൾക്കാരൊന്നും നോക്കിയാൽ എല്ലാവരും ഒന്നും ഞാൻ പറയണില്ല. ഈ തീർത്ഥയാത്ര നിങ്ങൾ പലപ്പോഴും വിനോദയാത്രയാക്കുന്നുണ്ട്. തീർത്ഥയാത്ര വിനോദയാത്രയാക്കുന്നവർ ചെയ്യണ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നിങ്ങൾ സാധാരണ ഒരു കോമൺ മാൻ കുറച്ചുകൂടി മുഴുത്ത പാപിയായിട്ട് മാറുകയുള്ളൂ. എന്താ കാര്യം? നിങ്ങൾ ദൈവസന്നിധാനത്തിലേക്കുള്ള യാത്രയാണ് മദ്യപിക്കാനും വേറെ പല ചുറ്റിക്കളിയുണ്ട് അതിനുവേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. അത് ചെകുത്താൻ പോലും ചെയ്യാത്ത പരിപാടിയാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ വെളുക്കാൻ തേക്കണം ഇപ്പോൾ പാണ്ടായിരിക്കണം. പല ഞാനൊരു മനുഷ്യനോട് പറഞ്ഞു, നിങ്ങളൊരു ബിസിനസ് യാത്രയാണ് നടത്തുന്നത് വെള്ളാങ്കണ്ണിലേക്ക്. എന്താ കാര്യം? നിങ്ങൾ ഇവിടുന്ന് അവിടം വരെ ബിസിനസ് സംസാരിക്കുന്നു, അവിടെ ചെന്ന് മാതാവിനോട് ബിസിനസ് സംസാരിക്കുന്നു, തിരിച്ചു വരുമ്പോൾ ബിസിനസ് സംസാരിക്കുന്നു. എന്ത് പറ്റി? ആളിന് വല്ല മാറ്റമുണ്ട്? തീർത്ഥയാത്ര വിനോദയാത്രയും കച്ചവട യാത്രയും ആക്കി മാറ്റുമ്പോൾ ദൈവത്തിനെ ദൈവസന്നിധാനങ്ങളെ നമ്മൾ ദുർവിനിയോഗിക്കുകയാണ് ചെയ്യണത്. ദൈവസന്നിധാനങ്ങൾ ദുർവിനിയോഗിച്ച് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ചികിടിപ്പുണ്ടാവും. എല്ലാം സ്വാഭാവികമായിട്ട് തോന്നും, പക്ഷേ എല്ലാം അസ്വാഭാവികമായിരിക്കും ചെയ്യണതെല്ലാം. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ കൃപ ഡൗൺലോഡ് തെറ്റി കുറഞ്ഞു വരും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, എപ്പോഴും ഉടമ്പടി വരുമ്പോൾ ഇതൊരു തീർത്ഥയാത്രയുമല്ല, വിനോദയാത്രയുമല്ല. മറിച്ച് എന്താണ്? ദൈവവും നമ്മളും തമ്മിലുള്ള ബയലാറ്ററൽ എഗ്രിമെൻറ്റാണ്. ഇനി നമ്മുടെ മുമ്പിലുള്ള ഒരു വെല്ലുവിളി എന്താണ്? ഞാൻ ദൈവത്തോട് ഉടമ്പടി ചെയ്യാൻ യോഗ്യനല്ല. പിന്നെ എളിമയോടെ ഞാൻ എന്തു ചെയ്യും? ഞാൻ ഉടമ്പടി ചെയ്തതിന് ശേഷം ഉടമ്പടി നൽകുന്ന ചില നിയമങ്ങളും നിബന്ധനകളും ഉപയോഗിച്ചുകൊണ്ട് ഞാൻ കോമ്പറ്റൻ്റ് പാർട്ട്ണറാകാൻ വേണ്ടി ഞാൻ പരിശ്രമിക്കും. ദൈവത്തോട് ഉടമ്പടി ചെയ്യാൻ പറ്റിയ യോഗ്യമായ പങ്കാളിയാകാൻ വേണ്ടി ദൈവത്തിന് എല്ലാ മേഖലകളിലും ഞാൻ രോഗികളെ പോയി കാണും. കാരണം എന്താണ്? ഞാൻ രോഗികളെ കാണാൻ കാരണം കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. അപ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ, എനിക്ക് വിശന്നു, നിങ്ങളെനിക്ക് ഭക്ഷണം തന്നു, എനിക്ക് ദാഹിച്ചു, നിങ്ങളെനിക്ക്. ഇപ്പോൾ അവിടെയെല്ലാം നിങ്ങൾ എനിക്കെന്ന് പറഞ്ഞിരിക്കുന്ന കാരണം നമ്മുടെ സാധാരണ ഇപ്പോൾ റോട്ടറി ക്ലബ്ബുകൾ, ലയൺസ് ക്ലബ്ബുകൾ, നമ്മുടെ നാട്ടിൻപുറത്തുള്ള ഒത്തിരിയേറെ സന്നദ്ധ സംഘടനകളൊക്കെ ചെയ്യുന്ന ജോലിയാണിത്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. അതായത് നമ്മുടെ സാധാരണ ജോലിയും സൽപ്രവൃത്തിയും കൃപാവര പ്രവൃത്തിയും തമ്മിൽ വ്യത്യാസമുണ്ട്. സൽപ്രവൃത്തികളെന്ന് പറഞ്ഞാൽ മനുഷ്യനായിരിക്കുമ്പോൾ മനുഷ്യനും ഈ പ്രപഞ്ചത്തിനും വേണ്ടി ചെയ്യണ നിലനിൽപ്പിൻ്റെ ആനുകൂല്യങ്ങളായി ചെയ്യണ സ്വാഭാവികമായ മനുഷ്യപ്രകൃതിയിൽ നിന്നുള്ള പ്രവർത്തനങ്ങളാണ്. മനുഷ്യപ്രകൃതിയിൽ നിന്നുള്ള മനുഷ്യോചിതമായ മാനവിക പ്രവർത്തനങ്ങളെ സൽപ്രവൃത്തികളെന്ന് വിളിക്കുന്നു. പക്ഷേ ഒരു ഉടമ്പടി പേഴ്സണിൽ നിന്ന് അതല്ല ഉദ്ദേശിക്കുന്നത്, സൽപ്രവൃത്തി അല്ല. പിന്നെന്താണ്? കൃപാവര പ്രവൃത്തിയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സൽപ്രവൃത്തികൾ എന്താണ്, കൃപാവര പ്രവൃത്തികൾ എന്താണ് ചെയ്യുന്നവന് ബോധം ഉണ്ടാകണം. ഇപ്പോൾ ഒരു രോഗികളെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ബേഴ്സറിയിൽ നിന്നൊരു 500 രൂപ കൊടുക്കാം, ഒരു കുഴപ്പമില്ല. അത് കള്ളപ്പണമാകാതിരിക്കാൻ നോക്കണം, ടാക്സ് വെട്ടിച്ച കാശാകാതിരിക്കാൻ നോക്കണം. നിൻ്റെ അധ്വാനത്തിൻ്റെ പണമായിരിക്കണം. ആൾക്കാർ 500, 1000, 10,000 കൊടുക്കും. കാര്യം എന്താ?
ഇവർ സ്ഥിരം ഗവൺമെൻറ്റിനെയും നാട്ടുകാരെയും പറ്റിക്കുന്ന ആൾക്കാരായിരിക്കും. അതിൽ നിന്ന് നിങ്ങൾ നക്കാപ്പിച്ച കാശ് കൊടുത്തിട്ട് നിങ്ങൾ ആൾ കളിക്കേണ്ട കാര്യമൊന്നുമില്ല. അതൊന്നും കൗണ്ടബിൾ അല്ല ശരിക്കും. അവിടെയാണ് വിഷയം വരണത്. അപ്പോൾ എപ്പോഴും കൊടുക്കുമ്പോൾ ഓർക്കണം, ഇത് ജെന്യുവിനായിരിക്കണം കൊടുക്കുന്ന കാശ്. ഇപ്പോൾ ഒരു സ്ത്രീ എന്തായിട്ടിരിക്കണത്, ഒരു സ്ത്രീയുടെ ഒരു കഥ കർത്താവ് പറയണില്ലേ? എന്താ പറയണത്? മർക്കോസ് 12:44. എന്തെന്നാൽ അവരെല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്ന് സംഭാവന ചെയ്തു. ഇവളാകട്ടെ തന്റെ ദാരിദ്ര്യത്തിൽ നിന്ന് തനിക്കുണ്ടായിരുന്നതെല്ലാം തന്റെ ഉപജീവനത്തിനുള്ള വക മുഴുവനും നിക്ഷേപിച്ചിരിക്കുന്നു. ഇവളുടെ ഈ 2 പൈസ മറ്റേ ആ ചെടുത്ത് ഇട്ടിരിക്കണതേ, 2 പൈസയെക്കുറിച്ച് പറയണ വാക്കുകളൊക്കെ കേട്ടാ. അതൊന്നും വായിച്ച 3 കാര്യങ്ങളാണ് 2 പൈസയെക്കുറിച്ച് പറയണത്. ഈ 2 പൈസ 2 ചെമ്പ് തൊട്ട് ഇട്ടതിന് 3 കാര്യങ്ങളാണ് പറയണത്. എന്തൊക്കെയാണ് പറയണത്? ആദ്യം പറഞ്ഞത് എന്താണ്? എന്തെന്നാൽ അവരെല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്ന് സംഭാവന ചെയ്തു. അത് കണക്കാക്കണില്ലെന്ന് മൈൻഡ് ചെയ്യണില്ലെന്ന്, അത് കൗണ്ട് ചെയ്യണില്ലെന്ന്. കാര്യം ബാക്കി ഉണ്ടായിരുന്ന നക്കാപ്പിച്ച കൊടുത്തതാണെന്ന് മൈൻഡ് ചെയ്യത്തില്ല. പറ. ഇവളാകട്ടെ പറ തന്റെ ദാരിദ്ര്യത്തിൽ നിന്ന്, ഒന്നാമത്തെ കേസ്, തന്റെ ഇല്ലായ്മയിൽ നിന്ന് തനിക്കുണ്ടായിരുന്നതെല്ലാം. രണ്ടാമത്തെ നോട്ടിങ് കണ്ട, തനിക്കുണ്ടായിരുന്നതെല്ലാം തന്റെ ഉപജീവനത്തിനുള്ള വക മുഴുവനും. അത്താഴത്തിന്റെ വകയാണ് ഈ പറയണത്. അന്നത്തെ അത്താഴത്തിന്റെ വകയാണ് ഇട്ടിരിക്കണത്. കർത്താവ് ഇത് പറയാൻ കാരണം, അന്നത്തെ അത്താഴത്തിൻ്റെ വകയാണ് ശ്രീഭണ്ഡാരത്തിൽ ഇട്ടിട്ട് ഇവർ കർത്താവിന് കൊടുത്തിട്ട് പോണത്. ഇവർ നൽകുന്ന ഒരു മെസ്സേജ് ഉണ്ട്. എന്താണ്? എൻ്റെ ഉപജീവനത്തേക്കാൾ വലുതാണ് എനിക്കെൻ്റെ ദൈവമെന്ന്. അതാണ് ഈ പ്രാർത്ഥനാ പങ്കാളികൾ, ഉടമ്പടി പങ്കാളികൾ ശ്രദ്ധിക്കണം. ഒറ്റ നടക്ക് പോണ കേസല്ല ഇത്. ഇവ എങ്ങനെയാണ് ഒരു കോമ്പറ്റൻ്റ് പങ്കാളിയാക്കാൻ പറ്റണത്? നീ അതിജീവനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതിനേക്കാൾ വലുതായിരിക്കണം നിൻ്റെ ദൈവം നിനക്ക്. അത് എപ്പോഴാണ് ആകണമെന്ന് നോക്കണം. ഇപ്പം നിൻ്റെ വിസ ഈ വിസ റിജക്റ്റായെന്ന് പറഞ്ഞ് നീ ഉടനെ എഴുന്നേക്കാൻ താമസിച്ചു പോയി. ഞാൻ ഇന്നലെ വരെ എല്ലാത്തിനെയും കൃത്യമായി കത്തിച്ച് ഉപവസിച്ചതാണ്, എന്നിട്ട് എൻ്റെ വിസ പാസ്സായില്ല എന്ന് പറയുമ്പോൾ ഇന്ന് രാവിലെ എഴുന്നേക്കാൻ. അപ്പോൾ അമ്മയോട് പറഞ്ഞെങ്കിൽ അവൾ സങ്കടം കൊണ്ട് ഉറങ്ങിപ്പോയതാണ്. പോലൊക്കെ അവിടെ തലക്കെട്ടടിക്കണം. അവരങ്ങനെയാണ് പറയേണ്ടത്. അവരങ്ങനെയല്ല പറയേണ്ടത്. മകൾ കാണിച്ച വൃത്തികേടിനെ അവളെ ഉപജീവനത്തെക്കാൾ എൻ്റെ ദൈവം ചെറുതാണെന്നാണ് അവൾ പറയണത്. പറഞ്ഞു മനസ്സിലായില്ലേ? അവളുടെ ഒരു വിസ ഈ ഘട്ടത്തിൽ അത് പാസ്സാകാതിരുന്നപ്പോൾ ഇവിടെ പ്രാർത്ഥനയെ ഇതിൻ്റെ അകത്ത് 90% ഇത്തരം ചരക്കുകളാണ് ഉള്ളത്. അത് ഓർത്തേക്കണം. എനിക്കാണെങ്കിൽ കാണുമ്പോൾ ദേഷ്യം വരും ഈ സാധനത്തിന്. എന്താ കാര്യം? ഇത് വയറാണ് അവരുടെ ദൈവം എന്ന് പറഞ്ഞില്ലേ? അതാണ് ഇത് ആദ്യം പറഞ്ഞില്ലേ, വയറാണ് അവരുടെ ദൈവം. നമ്മുടെ നിയോഗങ്ങളെക്കാൾ വലുതായിരിക്കണം നമ്മുടെ ദൈവം. ഉടമ്പടിയിൽ എപ്പോഴെങ്കിലും ഞാൻ എന്തിനെക്കുറിച്ചാണ് ഇപ്പോൾ സംസാരിക്കുന്നത്? കോമ്പറ്റൻ്റ് പാർട്ട്ണർ ഓഫ് ദി കവനൻറ്റ്, ഒരു ഉടമ്പടിയുടെ യോഗ്യമായ പങ്കാളി എന്ന് പറയുമ്പോൾ അവരിവിടെ വെച്ചിരിക്കുന്ന നിയോഗങ്ങളെക്കാൾ വലുതായിരിക്കണം അവരുടെ ദൈവം. അതാണ് നമ്മൾ കണ്ടിരിക്കണേ. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. നിങ്ങളുടെ നിയോഗങ്ങളെക്കാൾ വലുതായിട്ട് ദൈവത്തെ കാണുന്നുണ്ടോ എന്ന് ദൈവം നിങ്ങളെ ടെസ്റ്റ് ചെയ്യും. ഈ ടെസ്റ്റിൽ മിക്കവാറും ഒരു ഇടിച്ചു തല്ലി ഓടി വന്ന് ഉടമ്പെടുക്കുന്നതിൽ 90% ഈ ടെസ്റ്റ് പരാജയപ്പെടും. എന്താ കാര്യം? അവർക്ക് പ്രബോധനമില്ലാത്ത കാരണം ബോധ്യമില്ല. അതാണ് വിഷയം. ഉടമ്പടി എപ്പോഴും ഞങ്ങൾ ക്ലാസ്സിലെടുക്കുന്നതിൻ്റെ കാരണം എന്താണ്? ബോധ്യം വേണം. പൗലോസ് അപ്പോസ്തലൻ പിരിഞ്ഞു പോകുമ്പോൾ ഞാൻ ബലിയായി അർപ്പിക്കപ്പെടേണ്ട സമയമായെന്ന് പറഞ്ഞ് ഈ മനുഷ്യൻ മരണം പ്രഖ്യാപിക്കും. അപ്പോൾ തിമോത്തി, നീ ഒറ്റക്കായി പോകണമെന്ന് കരുതരുത്. ഞാനില്ലെങ്കിലും നീ മുന്നോട്ട് പോകണം. ജനങ്ങൾക്ക് നീ ബോധ്യം കൊടുക്കണം. എന്തോ ഒരു ഉപദേശമാണ് ബോധ്യം. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്,
ശ്രുതികടെ ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. 2 തിമോത്തി 4:2 ശ്രുതികടെ ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വചനം പ്രസംഗിക്കുക. വചനം പ്രസംഗിക്കുക. വചനം പ്രസംഗിക്കുക. സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും ജാഗരൂകതയോടെ വർത്തിക്കുക. മറ്റുള്ളവരിൽ ബോധ്യം ജനിപ്പിക്കുക. എന്താ പറയണം? മറ്റുള്ളവരിൽ ബോധ്യം ജനിപ്പിക്കുകയും അവരെ ശാസിക്കുകയും ഉദ്ബോധിപ്പിക്കുകയും ചെയ്യുക. നിങ്ങളെ ശാസിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. എന്താ കാരണം? ഇതിൻ്റെ ഈ ദൈവവചനത്തിൻ പ്രബോധനത്തിലുള്ളതാണ് ശാസന. ചില ആൾക്കാർക്ക് ശാസന പറ്റത്തില്ല. അവർ വലിയ ദൈവത്തെക്കാൾ വലിയ ആളായിട്ടിരിക്കും. അപ്പം ശാസിക്കുമ്പോൾ തന്നെ അവർ വയലൻ്റ് ആകും. ഞാൻ അങ്ങനെയുള്ളവരെ പതുക്കെ ക്യാൻസലാക്കി കളയും. എന്താ കാര്യം? അവർ ജഡാരൂപി തന്നെ ജീവിക്കുന്നത് കൊണ്ടാണ്. അവർ ജഡാരൂപി തന്നെ, അതായത് ശാസന ഇതിൻ്റെ അകത്തുള്ളതാണ്. എന്താ കാര്യം വെച്ചാൽ ബോധ്യങ്ങൾ ജനിപ്പിക്കുമ്പോൾ മാത്രമേ. കാര്യം ഇവർ തന്നെ അവർ നെടുമ്പാശ്ശേരിയിൽ നിന്ന് വീട്ടിൽ വരാതെ ലോഡ്ജിൽ പോയി താമസിക്കുകയാണ്. വിസ അവിടെ അവരുടെ എമിഗ്രേഷൻ ശരിയല്ലെന്നും പറഞ്ഞ്. അപ്പം നാട്ടിൽ വന്നാൽ ഞാനെങ്ങനെ മുഖത്ത് നോക്കും? ആൾക്കാർ ചോദിച്ചു, ഇത് ചമ്മലുണ്ടാകും. ആ ചമ്മൽ വേണം. എന്തിനാണത്? അത് കർത്താവേ, അതെൻ്റെ ജീവിതത്തിലെ ഞെരുക്കങ്ങളാണ്. അത് നിൻ്റെ സ്നേഹത്തിന് വേണ്ടി ഞാൻ കാഴ്ചവെക്കുന്നു. എങ്കിലും ഞാൻ നിൻ്റെ വിശ്വാസത്തിലും ധൈര്യത്തിലും ഞാൻ നിൻ്റെ കൂടെ മുൻപോട്ട് പോകും. അപ്പോൾ അത് നമുക്ക് തന്നിരിക്കുന്ന ഒരു ഗൃഹപാഠമാണ്. ആ ഗൃഹപാഠത്തിൽ നമ്മൾ തോക്കരുത് ഒരിക്കലും. കേട്ടെഴുത്തൊക്കെ ഉണ്ടാകത്തില്ലേ? പരസ്പരം നിങ്ങൾ പിള്ളേർ പറഞ്ഞ സ്റ്റാൻഡേർഡ് ഈസ് അറ്റൻഷൻ. തിരിച്ച് ഓപ്പോസിറ്റായിട്ട് നിൽക്കാൻ പറയും അല്ലേ ടീച്ചർമാർ പണ്ട്. ഇപ്പോൾ ഉണ്ടാകുന്ന അറിയത്തില്ല. ഞങ്ങൾ സാഹിത്യത്തിലൊക്കെ 2ാം ക്ലാസ് പഠിക്കുമ്പോൾ ടീച്ചർ പറയും സ്റ്റാൻഡേർഡ് ഈസ് അറ്റൻഷൻ. സ്ട്രെയിറ്റ് എടുക്കുക, തിരിഞ്ഞ് നിൽക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും. ഇവിടെ എഴുതണം, അവിടെ കാണാൻ പറ്റത്തില്ല. അപ്പോൾ സ്ട്രെയിറ്റ് ഉള്ളവർ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് നിൽക്കും. എന്നിട്ട് ടീച്ചർ ഓരോ ചോദ്യം പറയും. അപ്പോൾ നമ്മളത് എഴുതണം. ഇതിപ്പോൾ ടെസ്റ്റാണത്. എന്നിട്ട് സ്ലേറ്റ് കാണിക്കും ടീച്ചർ വരുമ്പോൾ. അപ്പോൾ ചിലപ്പോൾ മുതുകത്തിൽ അടിയും മേടിക്കും. ഞാൻ മേടിച്ചിട്ടുണ്ട്, അത് പറഞ്ഞു. അന്നത്തെ കാലമല്ലേ. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ കേട്ടെഴുത്തുകൾ വരും. നമ്മൾ കറക്റ്റ് ഉടമ്പടി വിശ്വസ്തത അല്ലെന്ന് കഴിഞ്ഞാൽ കേട്ടെഴുത്തുകൾ കൂടാൻ സാധ്യതയുണ്ട്. നമ്മൾ ഉടമ്പടി വിശ്വസ്തരല്ലെന്ന് പറഞ്ഞിട്ട് ദൈവത്തെക്കുറിച്ച് പറഞ്ഞൊരു കാര്യമില്ല. ദൈവം എന്താ പറയണത്? ഞാനുമായിട്ട് ഉടമ്പടി ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്നോട് ഉടമ്പടി ചെയ്യാനുള്ള യോഗ്യത പ്രാപിക്കൂ എന്ന് പറയും. അതായത് അപ്പോൾ ചിലർക്ക് നല്ലവണ്ണം അറിയാം അത് യോഗ്യത പ്രാപിക്കാനാണ്. അവർ മിണ്ടാതിരുന്ന് സോറി ജീസസ് എന്ന് പറഞ്ഞുകൊണ്ട് അവരവരുടെ രീതിയിൽ സന്തോഷിച്ച് അവിടെ അടുത്ത മൂവ്മെൻറ്റിലേക്ക് പോയിക്കൊണ്ട് അവരതിനെ അതിജീവിച്ച് വരും. എൻ്റെ മക്കൾ, ഈ അതിജീവനം ഒരു വല്ലാത്ത കാര്യമേ. ഞാൻ ഈ ദിവസങ്ങളിലൊരു സാക്ഷ്യം കേട്ടോ. എനിക്ക് അതിൻ്റെ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സാക്ഷ്യം പറഞ്ഞിരിക്കുന്നത് നിങ്ങളൊന്ന് നോക്കണം. ആ സാക്ഷ്യം കേട്ടോ. അത് അഖില റിങ്കു എന്ന് പറഞ്ഞ ഹസ്ബൻഡാണ്. അഖില എന്ന് പറയണത് വൈഫാണ്. കൊച്ചു പിള്ളേരാണ്. അപ്പോൾ അവർക്ക് എല്ലാവരും ഒരു 24-25 വയസ്സുണ്ടാവുമായിരിക്കും. അപ്പോൾ അഖില ഈ 25 വയസ്സുകാരൊക്കെ കാണിക്കുന്ന അഭ്യാസമുണ്ടല്ലോ, ഞെട്ടിപ്പിക്കുന്ന അഭ്യാസമാണ്. അതായത് എങ്ങനെയാണ് ഈ 25 വയസ്സുകാർ കർത്താവിൻ്റെ കൂടെ ജീവിക്കണം എന്നൊക്കെ നമ്മൾ ഓർത്താലേ എന്തുമാത്രം ഈ കാലഘട്ടങ്ങളിൽ കർത്താവ് നൽകിയിട്ടുള്ള പുതിയ സംവിധാനങ്ങളും സാഹചര്യങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ഇവർ കൃപയിൽ ഇങ്ങനെ വളരണമെന്ന് നമ്മൾ ഓർത്ത് ഞെട്ടിപ്പോകും. ഈ അഖിലയുടെ പ്രശ്നം എന്താണെന്നറിയാമോ? അഖിലയ്ക്ക് ഒരു രോഗമുണ്ട്. അതായത് അഖില റിങ്കുവിനെ കല്യാണം കഴിച്ചു. റിങ്കുവും അഖിലയും തമ്മിൽ ജീവിക്കുകയാണ്. അപ്പോൾ അവൾ പ്രഗ്നൻ്റായി കഴിഞ്ഞപ്പോൾ പിന്നീട് ഡോക്ടർ ഈ കുഞ്ഞിനൊക്കെ എന്തൊക്കെ സ്കാൻ ചെയ്തപ്പോഴൊക്കെ എന്തോ കുഴപ്പമായി. അപ്പോൾ ഡോക്ടർ പറയും ഇതിന് ഈ പ്രഗ്നൻസി മുന്നോട്ട് കൊണ്ടുപോകേണ്ട കാര്യമില്ല, എന്തോ കുഴപ്പമുണ്ട്, എന്താണെന്ന് മനസ്സിലാവണില്ല, ചിലപ്പോൾ കയ്യോ കാലോ ഒക്കെ ഒന്നും ഉണ്ടാകത്തില്ലെന്ന് പറയും. കൊച്ചിൻ്റെ എന്താ കുഴപ്പമെന്ന് അറിയാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്കിത് ടെർമിനേറ്റ് ചെയ്യാമെന്ന് ഡോക്ടർ പറയും. അപ്പോൾ ഈ അഖില പറയും ഇത് ടെർമിനേറ്റ് ചെയ്യണം. അവിടെ ഈശോയുമായിട്ട് കുറച്ച് ആഴമായ ബന്ധമുണ്ട്. അപ്പോൾ ഈശോയോട് പറയും, ഈശോയെ ഇത് ടെർമിനേറ്റ് ചെയ്യണമെങ്കിൽ എനിക്ക് താല്പര്യമില്ല, കൊച്ചിനെ കൊല്ലാൻ താല്പര്യമില്ല എനിക്ക്. കൊച്ചിന് അംഗവിഹീനമാണെങ്കിൽ കുഴപ്പമില്ല, ഞാനത് വളർത്തിക്കൊള്ളാം, എന്നെ നീ ഒന്ന് സഹായിച്ചാൽ മതി. അപ്പോൾ ഡോക്ടറുമായിട്ട് ഇവൾ കണക്ഷൻ വിട്ട് എന്താ
പിന്നീട് ആ ടേബിളിൽ ഈ വിഷയം പരാജയപ്പെടുന്ന കാരണം. അപ്പോൾ എല്ലാവരും അവളോട് പറയുന്നുണ്ട്, എടി ഇത് ട്രീറ്റ്മെൻറ്റുകളാരും ജീവിതകാലം മുഴുവൻ നീ ഇപ്പോൾ ചെറുപ്പത്തിൻ്റെ ഒരു ഇതുകൊണ്ട് പറയണതാണ് വളർത്തിക്കൊള്ളാമെന്ന്. ഇതൊക്കെ നമ്മുടെ കൂടെ ഉള്ളവരൊക്കെ ചത്ത് കഴിയുമ്പോൾ ഈ കൊച്ചു നിനക്ക് ബാധ്യതയാകും. അപ്പോൾ ഇവളിങ്ങനെ പറഞ്ഞ് ഇവളെ ഭ്രാന്ത് പിടിപ്പിക്കുകയാണ്. അവളിങ്ങനെ വയറൊക്കെ വീർത്ത് ഇങ്ങനെ സങ്കടപ്പെട്ട് നടക്കുകയാണ്. അപ്പോൾ ഇവൾ ഈശോയുമായിട്ട് മാത്രമാണ് കമ്മ്യൂണിക്കേഷനുള്ളത്. വെച്ചാൽ ഈ ആൾക്കാരെല്ലാം പറയുന്നത് കൊച്ചിനെ കളയാനാണ്. കേൾക്കുന്നവരെല്ലാം പറഞ്ഞാൽ കൊച്ചിനെ കളയെന്നാണ് പറയണത്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഇവക്കത് കളയാൻ താല്പര്യമില്ല. അവൾ ഈശോനെ പറയും, ഈശോ എങ്ങനെ ഞാൻ ഇത് പ്രസവിക്കട്ടെ, എന്ത് അംഗവൈകല്യമാണ്, കണ്ണു കാണാൻ പാടില്ല, ഞാൻ വളർത്തിക്കൊള്ളാം എന്ന് പറയും. അപ്പോൾ ഇത് കേട്ടപ്പോൾ നീ പൊട്ടിയാണ്, നീ കൊച്ചാണ്, നിനക്കറിയത്തില്ല, നീ കുഞ്ഞായതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നതാണ്, ഇതൊന്നും അല്ല ജീവിതം കാണാത്തവരൊക്കെ ജീവിതം കണ്ടു കഴിയുമ്പോൾ അത് മനസ്സിലാക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആൾക്കാർ ഇങ്ങനെ ആൻറ്റി ആയിട്ട് എതിർകിട പറയുന്നുണ്ടെങ്കിൽ ഇവിടെ ടെർമിനേറ്റ് ചെയ്യാൻ തയ്യാറല്ല. അവസാനം കാര്യം ഇവൾ ഈശോയുടെ തന്നെ ഇങ്ങനെ പിടിച്ച് നിൽക്കുക. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അത് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അവസാനം ഈശോ ഒരു തീരുമാനം എടുക്കില്ല. ഈശോയ്ക്ക് അറിയാം ഈ ഡോക്ടർ പറയണത് ശരിയാണെന്നറിയാം. പക്ഷേ ഇവളാണെങ്കിൽ വിശ്വാസത്തിൽ നിന്ന് കടുകിട മാറത്തുമില്ല. അപ്പോൾ ഇവളെ സേവ് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്ത് കൊച്ചിനെ ഒരു 8-ാം മാസമായപ്പോൾ കൊച്ചിനെ പ്രസവിച്ച് കഴിഞ്ഞപ്പോൾ കൊച്ച് ചത്ത് പ്രസവിച്ച്. അപ്പോൾ അതുകൊണ്ട് വലിയ ആശ്വാസമായി. അല്ലെങ്കിൽ അവൾ പണി മേടിച്ചേനും. അപ്പോൾ എല്ലാത്തിനും ഒരു സൊല്യൂഷൻ ദൈവത്തിൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ പക്ഷേ ഈ ടെസ്റ്റിൽ ഇവൾ 100 മാർക്ക് മേടിച്ച്. എന്താ കാര്യം? ഇത് ടെസ്റ്റാണെന്നല്ല, ഇതിൽ ഇവൾ 100 മാർക്ക് മേടിച്ച്. പല ആൾക്കാർ 0 തോക്കണതാണ്. എൻ്റെ മക്കൾ ഈ ദൈവത്തിൻ്റെ അടുത്ത് തോറ്റു കഴിഞ്ഞാണല്ല പിന്നെ ജയിക്കാൻ ഭയങ്കര പാടാണ്. അതിനാണ് ഈശോ ആദ്യമേ പ്രാർത്ഥന പഠിപ്പിച്ചപ്പോൾ പറഞ്ഞ് ഞങ്ങളെ പ്രലോഭനത്തിൽ അതാണ് പ്രശ്നം. ഇതുപോലെ ചെന്ന് വീണ പ്രലോഭനത്തിൽ വന്നു പോയാൽ 99% ആൾക്കാരും പരിക്കാവുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇങ്ങനെ പരിക്കായി കഴിഞ്ഞാൽ പിന്നെ പരിക്ക് പരിഹരിക്കാതെ മുന്നോട്ട് പോകത്തില്ല. കാര്യം ദൈവമായിട്ടാണ് നമ്മൾ ഇടവെന്ന് ഓർക്കണം. ഏറ്റവും വലിയ റിസ്ക് എന്താണ്? ദൈവത്തെ കണ്ട് സംസാരിക്കാൻ പറ്റണില്ലെന്നാണ് ഏറ്റവും വലിയ റിസ്ക് ഇതിൻ്റെ അകത്ത്. ഈ കണ്ട് സംസാരിക്കാൻ പറ്റാത്ത കൊണ്ടാണ് വിശ്വാസത്തിന് ഇത്രയും വിലയുള്ളത്. മനസ്സിലായില്ലേ? ദൈവത്തെ കണ്ട് സംസാരിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ വിശ്വാസത്തിന് വിലയില്ലല്ലോ. ഇപ്പോൾ വിശ്വാസം ഇത്രയും തീ പിടിച്ച വിലയായിരിക്കണതിൻ്റെ കാരണം ദൈവത്തെ നമുക്ക് കണ്ട് സംസാരിക്കാൻ പറ്റത്തില്ല. എന്നും പറഞ്ഞ് ദൈവത്തെ കാണാൻ പറ്റത്തില്ലെന്ന് ഞാൻ പറയത്തില്ല. ഉടമ്പടി എടുത്ത 15 ആൾക്കാർ പറയത്തില്ല. കാര്യം എന്താണ്? ഇവർ ഒരു തരത്തിലല്ല മറ്റൊരു തരത്തിൽ ദൈവത്തെ കാണുന്നുണ്ട്, അല്ലെങ്കിൽ അമ്മയെങ്കിലും കാണുന്നുണ്ട്. ഉടമ്പടി പോലെ ഇതുപോലെ അമ്മയെ, സഞ്ചാരി മാതാവിനെയും, മുല്ലപ്പൂ സുഗന്ധവും, മഴവില്ലും, ദർശനവും സ്വപ്നവും ഉണ്ടാക്കുന്ന ഒറ്റ പ്രാർത്ഥന ഈ 2000 വർഷമായിട്ട് സാധാരണ മനുഷ്യർക്ക് അനുഭവം ഉണ്ടായിട്ടില്ല. അത്രയ്ക്ക് സാധാരണ മനുഷ്യരുടെ അനുഭവങ്ങളുടെ കുത്തിപ്പാച്ചിലാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ ഇതെല്ലാം സത്യമാണെന്നുള്ള ആൾക്കാർക്ക് നല്ല ഉടമ്പടിയിൽ ഒരു 50% ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് നല്ല ബോധമുണ്ട്, ഈ വിഷയമുണ്ട്. ഇതെല്ലാം കേട്ട് ഈ ധ്യാനങ്ങളെല്ലാം കേട്ട് പോകുമ്പോഴാണ് ഈ അഖില ഒരു നിലപാടെടുക്കുന്നത്. അപ്പോൾ അതിനുശേഷം അഖിലയുടെ ബ്ലഡ് പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, ഈ കൊച്ചു മരിച്ച് പുറത്ത് വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, അഖില ഇനി പ്രഗ്നൻ്റ് ആകേണ്ട കാര്യമില്ല, ഇനി പ്രഗ്നൻ്റ് ആകരുത്. കാര്യം നമ്മൾക്ക് എന്തുകൊണ്ട് ഈ കുട്ടി മരിച്ചു പുറത്ത് വരുന്നു എന്നുള്ളതിനെക്കുറിച്ച് അറിയണം. എന്തുകൊണ്ട് ഗർഭത്തിലായിരിക്കുമ്പോൾ തന്നെ കൊച്ചിന് അംഗവൈകല്യം ഉണ്ടാകുന്നു എന്നതിനെക്കുറിച്ച് അറിയണം. അപ്പോൾ അതുകൊണ്ട് അതറിഞ്ഞ അതിൻ്റെ കോസിന് അതിൻ്റെ കാരണങ്ങൾ നമ്മൾ ചികിത്സിക്കാതെ ഇനി പ്രഗ്നൻസിയിലേക്ക് പോകരുതെന്ന് റിങ്കിനോടും പറഞ്ഞ് അഖിലോടും പറഞ്ഞ് അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അതിനുവേണ്ടി പിന്നെ പ്രാർത്ഥിച്ച് വന്നപ്പോൾ എന്നാ പറ്റുക വെച്ചാൽ ഡോക്ടർ അവസാനം ഇത് കണ്ടുപിടിച്ചു. അവിടെ ഈ കൊച്ചു മരിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ഇവിടെ ബ്ലഡിൻ്റെ പുറകെയായി ഡോക്ടർ. കാര്യം ബ്ലഡിൽ എന്താ ഉള്ളത്, കുട്ടി മരിക്കേണ്ട കാരണം എന്താണ്, കുട്ടിക്ക് ഗർഭത്തിൽ അംഗവൈകല്യം വരാൻ കാര്യം എന്താണ്, ഇനി കുട്ടികളുണ്ടായാലും ഇങ്ങനെ വരാൻ കാര്യം എന്താണ്. അപ്പോൾ ബ്ലഡിൻ്റെ പുറകെയാണ് പിന്നെ ഡോക്ടർ നടക്കുന്നത്. ബ്ലഡിൻ്റെ ഓരോരോ സാമ്പിൾ എടുത്തിട്ട് വ്യത്യസ്തങ്ങളായ 100 കണക്കിന് ടെസ്റ്റ് നടത്തി നോക്കിയപ്പോഴാണ് അവസാനമാണ് ഡോക്ടർ പിടികിട്ടിയത്, ഈ കുട്ടിയെ കൊല്ലുന്ന ഒരു അതായത് ഓട്ടോ ഇമ്മ്യൂണിൻ കണ്ടൻറ്റ് ഈ ഫോറിൻ ബോഡി, ഈ ഒരു ഫോറിൻ ബോഡി നമ്മുടെ ബോഡി കയറിയാൽ അതിനപ്പം കൊന്നുകളയും. അങ്ങനെ ബോഡിയുടെ അകത്ത് തന്നെ ഒരു ആൻറ്റിബോഡി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ അകത്ത്. അത് ഒറ്റ നടക്ക് പോകത്തില്ല. ഓട്ടോ ഇമ്മ്യൂൺ ഡിവിഷൻ ഡോക്ടർമാർക്ക് അറിയാം, നേഴ്സുമാർക്ക് അറിയാം.
അപ്പോൾ ഇതിനെ അവളെ വിളിച്ചത് എന്താ DVT എന്നും പറഞ്ഞൊരു രോഗമാണ്. അതായത് ഈ നമ്മുടെ ബോഡിയുടെ അകത്ത് തന്നെ ബോഡിക്കെതിരെ പ്രവർത്തിക്കുന്ന മറ്റൊരു ബോഡി വർക്ക് ചെയ്യുകയാണ്. അപ്പം അത് വന്നപ്പോൾ ഇനി കുട്ടികളുണ്ടാകത്തില്ല. ഒരു കുട്ടിയെ കണ്ടാൽ ശത്രുവിനെ പോലെ ബോഡി കാണണം, ഇതിനെ കൊന്ന് പുറന്തള്ളും. ഇങ്ങനെ അപ്പം അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് ഈ അഖില ഇതുപോലെ കുട്ടി പ്രസവിച്ച് മരിക്കണ വേറെ ഒരു ചേച്ചീനെ കണ്ടേ. ആ ചേച്ചിയുടെ കുട്ടി 5 പ്രാവശ്യം പ്രസവിച്ചു. 7 കൊല്ലത്തിനുള്ളിൽ 5 പ്രാവശ്യം പ്രസവിച്ചു. 5 പ്രാവശ്യം പ്രസവിച്ചിട്ട് കൊച്ച് മരിച്ചു. അപ്പം 5 കൊച്ചൊക്കെ മരിച്ചു. അങ്ങനെ അതുകൊണ്ട് ഇവള് ഇടയ്ക്ക് അവളോടാ ചോദിക്കണം, കാര്യം സെയിം രോഗമാണ് 2 പേർക്കും. അപ്പം അവൾ പറയും, ഇത് നടക്കത്തില്ല, ഇതിന് മരുന്നില്ല എന്ന് പറയും. അപ്പം മരുന്നില്ല എന്ന് പറയുമ്പോൾ ഇത് ശരിയാണ്, ഇതിനൊക്കെ പല ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിനും അറിയാം, അതിന് വൈദ്യശാസ്ത്രത്തിൽ മരുന്നില്ല ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഇങ്ങനെ ഒരു ഡൈക്കോട്ടമി ചെന്ന് ഈ അഖില ചെന്ന് ചാടുകയാണ്. ഇവർക്ക് 20 വയസ്സ് 25 വയസ്സ് 27 വെള്ളം ഓർക്കണം. പക്ഷേ എന്നാലും വിശ്വാസത്തിൽ ഇവർക്കൊരു 10-65 വയസ്സിൻ്റെ ഒരു ഇത് കാണിക്കുന്നുണ്ട് ഇവളെ വിശ്വാസത്തിൽ. അപ്പോൾ ഇവളെന്ത് ചോദിച്ചാൽ അപ്പോഴാണ് ഇവൾ ഉടമ്പടിയെക്കുറിച്ച് അറിയണത്. അങ്ങനെ വന്ന് ഉടമ്പടി എടുക്കും. ഉടമ്പടി എടുത്തതിന് ശേഷം അപ്പോൾ ഇപ്പോൾ എന്താ ഉടമ്പടി എടുത്തതിന് ശേഷം ഈ ഉടമ്പടി തൈലം എടുത്തിട്ട് ഇവൾ വയറിലും എല്ലാ സ്ഥലങ്ങളിലൊക്കെ പെരട്ടി വിശ്വാസപ്രമാണത്തിൽ പെരട്ടി കഴിയുമ്പോൾ എന്നാ സംഭവത്തിൽ ഇവൾക്കുണ്ടായിരുന്ന അസുഖം എന്താണ്? ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ഉണ്ടായിരുന്ന കാരണം ബ്ലഡ് ക്ലോട്ട് ചെയ്യുന്നവരായിരുന്നു, എപ്പോഴും ക്ലോട്ട് ചെയ്യും. അതിൻ്റെ കുഴപ്പം അതാണ്, ബ്ലഡ് തന്നെത്താൻ ക്ലോട്ടാവും. ഇപ്പോൾ കുറേ ആൾക്കാരൊക്കെ ഇങ്ങനെ മരിക്കണില്ല, ബ്ലഡ് സ്വാഭാവികമായിട്ട് ക്ലോട്ടിങ് എൻ്റെ കുഴപ്പത്തിൽ. ചിലർക്ക് ക്ലോട്ടിങ് നടക്കണില്ല, ചിലർക്ക് പെട്ടെന്ന് ക്ലോട്ടാകുന്നു. അപ്പോൾ ഇതുപോലൊരു ഡിസീസാണിത്. അപ്പോൾ ഇതിന് മരുന്നില്ല. കാലിൽ തന്നെ പല സ്ഥലങ്ങളിൽ ബ്ലഡ് ക്ലോട്ടായി കിടക്കുകയാണ്. അത് കാരണം ബ്ലഡ് ഓടുന്നകത്ത് കാരണം കാല് നീല നിറമായി, പിന്നെ കറുത്ത നിറമായി, പിന്നെ ഡോക്ടർ പറഞ്ഞു 2 കാലും മുറിക്കണമെന്ന് പറഞ്ഞു. ഇപ്പം മനസ്സിലായില്ലേ? അപ്പോൾ എന്തുമാത്രം സീരിയസ് ആണ് വിഷയമെന്ന്. അവിടെ ഇവിടെ എല്ലാം കയറി മുട്ടുകയാണ്. ഊടിൽ കൊച്ചു ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടനെ ഊടിലെ ബ്ലഡ്, നമ്മുടെ പൊക്കിൾക്കൊടിയിലെ ബ്ലഡ് ക്ലോട്ടാകും. ആ കൊച്ചിനെ കൊന്നു കളയാൻ വേണ്ടി ഊട് വഴിയാണല്ലോ കൊച്ചു ഭക്ഷണം എടുക്കണത്. അപ്പോൾ അതുകൊണ്ട് അത് വലിയ ഇഷ്യൂ ആയി. പക്ഷേ ഇവളത് പെരുട്ടി കഴിഞ്ഞപ്പോൾ ഉടനെ ഇവളുടെ ക്ലോട്ടിങ് എല്ലാം മാറി. മരുന്ന് അതായത് ഈ കാര്യത്തിന് വേണ്ടി മരുന്ന് കഴിക്കേണ്ടെന്ന രീതിയിലായി. ആൾ പഴയതുപോലെ ഫ്രഷായി. അപ്പോൾ ഉടമ്പടി പെട്ടെന്ന് വർക്ക് ചെയ്ത് കാര്യം എന്താ പ്രശ്നം വെച്ചാൽ ഇവൾക്കൊരു മിനിമം വിശ്വാസം നേരത്തെ ഉണ്ടല്ലോ, അതാണ് ഈ ഉടമ്പടി പെട്ടെന്ന് ലൈറ്റ്നിങ്ങായിട്ട് വർക്കായത്. നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കേണ്ട വിഷയം ദൈവം ഈ വിശ്വാസം ഇതിൻ്റെ അകത്ത് വളരെ കാതലായൊരു വിഷയമാണ്. നിങ്ങൾ വിഷയമായിട്ടിരിക്കുന്ന വിശ്വാസത്തെ തട്ടി നോക്കിയിട്ട് വിഷയം ഇങ്ങനെ പത്തി വിടർത്തി നിൽക്കുമ്പോൾ നമ്മൾ പേടിച്ചിട്ട് വിശ്വാസം താഴ്ന്നു പോകുന്നതായിട്ടാണ് നമ്മൾ ആൾക്കാരിൽ കണ്ടിരിക്കുന്നത്. പക്ഷേ ഈ അഖിലയ്ക്ക് അങ്ങനെയല്ല. അഖില ഇതുപോലെയുള്ള അനുഭവങ്ങൾ കടന്നു പോകുമ്പോഴും വിശ്വാസം ശക്തിപ്പെട്ടുകൊണ്ടേയിരിക്കും. കാരണം വിശ്വാസത്തിനൊരു വിഷയം, ഇതിൻ്റെ ഒരു ഗ്രാൻഡ് സ്കീമുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾക്ക് ചില സബ്സിഡി, ചിലത് ഗ്രാൻഡ് എന്നൊക്കെ പറയത്തില്ല, അതുപോലെ ലോണ്, അതുപോലെ തന്നെ വിശ്വാസത്തിന് എവിടെയെങ്കിലും ഇടർച്ച വന്നാൽ അവളുടെ പഴയ ഫയലനുസരിച്ച് ദൈവമായിട്ട് ഇങ്ങനെ യോജിച്ച് പോകണം എന്ന് ദൈവത്തിന് ഇട്ടെറിഞ്ഞ് കളയണ ആളല്ല എന്ന് കണ്ടാൽ ദൈവം ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കും. കാര്യം അത് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്ന ഹെൽപ്പിംഗ് ആണ്. കാര്യം നമ്മൾ പഴയ കാലങ്ങളിലൊക്കെ നിസ്സാര കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രാർത്ഥന മുടക്കുകയും ചില കാര്യങ്ങളൊക്കെ മാസങ്ങളോളം പ്രാർത്ഥിക്കാതൊക്കെ ഇരിക്കുകയൊക്കെ ചെയ്യണില്ലേ, അതൊക്കെ എന്ത് അപകടമാണെന്നറിയാമോ? അപ്പം നിങ്ങൾക്ക് ഇത്തിരി സുഖം തോന്നും അല്ലേ? ഇന്ന് ഇപ്പോൾ സിനിമയും കണ്ടുവച്ചും വന്നുവെച്ചും കൊന്ത പോലും ചെല്ലാകിടന്ന് ഉറങ്ങുമ്പോഴൊക്കെ ഒരു സുഖമില്ലേ? ഈ കുറച്ച് കഴിയുമ്പോൾ ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോഴാണ് ഈ ആൾക്കാർ പണിമേടിക്കാൻ പോണത്. അതാണ് എൻ്റെ വിഷയം വരണത്. ഫയർ എഞ്ചിനെ പിടക്കത്തിക്ക് പിടിക്കുമ്പോൾ ഫയർ എഞ്ചിൻ്റെ മൊബൈലെ ഫയർ എഞ്ചിൻ്റെ 150, 158 വിളിക്ക് 104 അത് ഇങ്ങനെ ചോദിച്ചിട്ടില്ല, കത്ത് പിടിച്ചോണ്ടിരിക്കുകയാണ്. ഈ 108 മൊബൈൽ എടുത്തു വെക്കുമ്പോഴാണ് മൊബൈലിൽ അപ്പോൾ ചാർജും ഇല്ല, നെറ്റും ഇല്ല, തീർന്ന പരിപാടി. പിടക്കത്തിക്ക് പിടിക്കുമ്പോഴേ മൊബൈൽ നമ്പർ പോലീസിനെ വിളിക്കാൻ, ഫയർ എഞ്ചിനെ വിളിക്കാൻ വേണ്ടി മൊബൈൽ എടുക്കുമ്പോൾ നെറ്റില്ലെങ്കിൽ ഉള്ള അവസ്ഥ എന്തായിരിക്കും?
ഇതുപോലെ ഇരിക്കും നിങ്ങൾ ഇടക്കും തലക്കും ദൈവമായിട്ട് നിൽക്കാൻ നക്കാപ്പിച്ച കാര്യത്തിന് ഉടക്കി പ്രാർത്ഥനയും ജീവിത രീതിയൊക്കെ മുടക്കുമ്പോൾ ഉടമ്പടിയോടുകൂടി ഇതെല്ലാം റീസ്റ്റേറ്റ് ചെയ്യണം. പണ്ടത്തെ കലാപരിപാടിയായിട്ട് ആൾക്കാരുണ്ടാവും. ഇങ്ങനെ സ്ഥിരം എന്തെങ്കിലും കാര്യത്തിന് കുറച്ച് നാൾ ദൈവത്തോട് അടുത്ത് കുറേ ആൾക്കാർ, പിന്നെ കുറേ നാൾ പിശാചിനെ കൂടെ നടന്ന്, പിന്നെ ഒരു വിഷയമുണ്ട് ദൈവത്തോട് അടുത്ത്, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കളിക്കണ കൊച്ചുരാമന്മാരൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടിയോടുകൂടി അവർ കറക്റ്റ് ചെയ്യണം. ദൈവവുമായിട്ട് സത്യസന്ധമായി ജീവിക്കാനും കഴിഞ്ഞ കാലങ്ങളിൽ വന്നിട്ടുള്ള കാപട്യങ്ങളെ പരിഹാരം ചെയ്യാനും എല്ലാം പുതുതായിട്ട് തുടങ്ങിക്കൊണ്ട് ദൈവത്തെ നേരിട്ട് ദൈവമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു കാലം നമ്മുടെ ജീവിതത്തിൽ ദൈവം ഉണ്ടാക്കി തന്നിരിക്കുകയാണ്. അതിനാണ് ഞാൻ നിങ്ങളോട് എപ്പോഴും പറയുന്നത്, മക്കളെ സാക്ഷ്യം കേൾക്കണേ. കാര്യം സാക്ഷ്യം എത്ര തവണ കേട്ടാലും നമുക്ക് ഉണ്ടാകുന്ന ഗുണം ദോഷം ഉണ്ടാകുന്ന ഗുണമേ ഉണ്ടാകത്തുള്ളൂ. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ ഓരോ മനുഷ്യന്മാർ ദൈവത്തെ കണ്ടുപിടിച്ചതും ആ ദൈവത്തെ അവർ ഫോളോ ചെയ്തതും അവസാനം ദൈവം അവരെ ദുർഘടമായ കാലങ്ങളിൽ നിന്ന് കൈപിടിച്ച് ഉയർത്തിയതും എന്തെല്ലാം വലിയ ഐതിഹാസികമായിട്ടുള്ള ഓപ്പറേഷൻസാണ് സാക്ഷ്യത്തിലുള്ളത്. അപ്പം ഇവള് ഉടമ്പടി തൈലം ഇവൾ ഒരിക്കലും വിചാരിച്ചില്ല ഉടമ്പടി തൈലം പെരട്ടുമ്പോൾ തന്നെ ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് പോകുമെന്ന്. പിന്നെ ഡോക്ടർ പറഞ്ഞ കാലം മുറിക്കണ്ട, ഇപ്പോൾ എല്ലാം ഓക്കെ ആയി, ക്ലോട്ടിങ് ഇല്ലെന്ന് പറഞ്ഞു. ഡോക്ടർ തന്നെ അറിയാൻ പറ്റില്ല എന്താ സംഭവിച്ചെന്നറിയാൻ പാടില്ല. അതപ്പോൾ അമ്മ ഈ വിഷയം ഏറ്റെടുത്താൽ, ഞാൻ എപ്പോഴും നിങ്ങളോട് ശാസിക്കുന്നതിൻ്റെ കാരണം നിങ്ങളിതിൻ്റെ അകത്ത് കാപട്യം കാണിക്കരുത്, ഡയബോളിസം കാണിക്കരുത്. ഇപ്പം എല്ലാ പിശാച് ബാധിതരെക്കുറിച്ച് പിശാച് ബാധിത ആൾക്കാർ വരുമ്പോൾ പറയാം അത് ഡയബോളിക്കാണെന്ന് പറയും. എന്നുവെച്ചാൽ ഒരു വ്യക്തി തന്നെ സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി ഉണ്ടാകും. ദൈവതിരുസ്ഥനത്തിൽ ഇങ്ങനെ വലിയ പഞ്ചപ്പെട്ട് വലിയ വിനയമൊക്കെ നടിച്ച് വലിയ ഭക്തിയും പ്രാർത്ഥനയൊക്കെ ഉണ്ടാകും. അവരുടെ യഥാർത്ഥ ജീവിതത്തിൽ അവർ വേറെ ഒരു അവതാരമായിരിക്കും. അത് ഡയബോളിക്കുകൾ നമ്മുടെ ഈ ആൾക്കാരുടെ കൂട്ടത്തിൽ 60% ഈ വിശ്വാസികളുടെ കൂട്ടത്തിൽ 60% ഡയബോളിക്കലുണ്ട്, സ്പ്ലിറ്റ് പേഴ്സണാലിറ്റീസ് ഉണ്ട്. കാര്യം വെച്ചാൽ ദൈവത്തിരുസ്ഥനിധിയിൽ ഒരു തരത്തിൽ ഇങ്ങനെ പാഞ്ചാപ്പെട്ട് വലിയ കാര്യത്തിൽ കണ്ണിരൊക്കെ ഒഴുക്കി ആനകൂനെന്നൊക്കെ പറഞ്ഞ് പറഞ്ഞ് നിൽക്കും. പക്ഷെ അവിടെ യഥാർത്ഥ ജീവിതം വരുമ്പോൾ അവർ തനി ഗുണം കാണിക്കുകയും ചെയ്യും. അപ്പോൾ ഇത് രണ്ടും ഒരു സ്വഭാവമായിരിക്കണം. അത് ഭയങ്കര വെല്ലുവിളിയാണ് ഉടമ്പടിയിലാണ്. നിങ്ങൾ ആരാണെന്ന് നിങ്ങൾ കണ്ടെത്തണം. ആ യഥാർത്ഥ നിങ്ങൾ ഒരിക്കലും ഉടമ്പടി ചെയ്യാൻ പറ്റുന്ന ആളായിരിക്കത്തില്ല മിക്കവാറും. ഇതാണ് ഇതിൻ്റെ അകത്ത് റിസ്ക് എന്ന് പറയണത്. യഥാർത്ഥം നിങ്ങൾ ആരാണെന്ന് നിങ്ങൾ കണ്ടെത്തണം. സ്ഥല ഉടമ്പടി ഉണ്ടായപ്പോഴും ഉടമ്പടി ഉണ്ടായപ്പോഴും കച്ചവടം ചെയ്തപ്പോഴും മറ്റ് കല്യാണം നടത്തിയപ്പോഴും നിങ്ങൾ അവിടെയെല്ലാം ഉപയോഗിക്കുന്നത് ദൈവത്തിൻ്റെ മാനദണ്ഡങ്ങളല്ല. നിങ്ങളുടെ സൂത്രപ്പണികളും അടക്കുവിദ്യകളും ചതിപ്രയോഗങ്ങളൊക്കെയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത്. അതാണ് യഥാർത്ഥം നിങ്ങളെന്ന് പറയണത്. അത് ഉടമ്പടിക്ക് യോഗ്യമായ ആളല്ല. ഉടമ്പടി കുമ്പസാരം എന്ന് പറയണത് ഉടമ്പടിക്ക് പറ്റാത്ത രീതിയിലുള്ള പ്രാകൃതമായ ജനിതകമായ പാരമ്പര്യ രോഗങ്ങളുള്ളവരാണെന്ന് നോക്കണം. പാരമ്പര്യ രോഗം എന്ന് പറഞ്ഞാൽ വാ വിളിച്ചാൽ നുണയെ പറയത്തുള്ളൂ, വാ വിളിച്ചാൽ ചതി ചിന്തിക്കത്തുള്ളൂ, നേരെ പോകേണ്ടവനാണെങ്കിൽ വളഞ്ഞേ പോകത്തുള്ളൂ. ഒരു മനുഷ്യമായ ഡീലിങ്സിൽ അവനെ എങ്ങനെ കൊടുക്കാം, എനിക്കെന്ത് 10 പൈസ ഉണ്ടാക്കാമെന്ന് ചിന്തിക്കത്തുള്ളൂ. അതിന് പാരമ്പര്യ രോഗമെന്ന് പറയണത്. ഈ പാരമ്പര്യ രോഗികൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. അവർ ഒന്ന് പ്രാർത്ഥിച്ചേ, കർത്താവായ ദൈവമേ, ഉടമ്പടിയുടെ ഉത്തമ പങ്കാളികളാകാൻ ഞങ്ങളെ ആന്തരിക ജീവിതത്തെയും സമൂഹ ജീവിതത്തെയും ഒരേ രീതിയിൽ ദൈവത്തിന് സ്വീകാര്യമാക്കുവാൻ അമ്മേ പരിശുദ്ധമ്മേ എന്നെ സഹായിക്കണമേ, എന്നെ ഏറ്റെടുക്കണമേ, പുനർനിർമ്മിക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ